അങ്ങനെ പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ മറന്ന് ഇ.പി. ജയരാജൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. അതായത് പാർട്ടിക്കെതിരെയുള്ള കള്ളപ്രചാരണങ്ങൾക്കെതിരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധ മാർച്ചിലാണ് ഇ.പി. ജയരാജൻ പങ്കെടുത്തിരിക്കുന്നത്. ഇതിനു മുൻപ് പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായി കൺവീനർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിന് പിന്നാലെ ചില പരിപാടികളിൽ വിളിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞ് പോകാതിരുന്നു, ചില പരിപാടികളിൽ മനഃപൂർവ്വമായി പോകാതിരുന്ന പരിപാടികളുണ്ട്. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹത്തെ വിളിച്ചില്ലായിരുന്നു, അത് മനഃപൂർവ്വം അവഹേളിക്കാനായിരുന്നു ആ ഒരു യോഗത്തിൽ വിളിക്കാതിരുന്നത് എന്നതിൻ്റെ പേരിൽ അതിൽ പോകാതിരുന്നു. രണ്ടാമതായിട്ടുള്ള പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ ഓർമ്മ ദിനത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിൽ മനഃപൂർവ്വമായി പോകാതിരുന്നു. അങ്ങനെ നിരന്തരമായി പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. എന്നാൽ ഇപ്പോഴിതാ പ്രതിഷേധ മാർച്ചിൽ അതും പി ജയരാജനൊപ്പം ഈ യോഗത്തിൽ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തിരിക്കുകയാണ് ഇ.പി. ജയരാജൻ. അപ്പോൾ പരിഭവങ്ങളൊക്കെ മറന്ന് തിരിച്ച് ഇ.പി. ജയരാജൻ പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. പി ജയരാജനൊപ്പം തനിക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ച പി ജയരാജനോടൊപ്പം ഒരു പ്രചാരണത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഈ മുൻപുണ്ടായിരുന്ന പോലെ തന്നെ അതിലും ശക്തനായി തന്നെയുള്ള ഒരു തിരിച്ചുവരവായി തന്നെ ഇ.പി. ജയരാജന്റെ ഈ ഒരു വരവിനെ കാണാൻ കാണാൻ സാധിക്കുന്നുണ്ടോ? കാരണം അതായത് ഇപ്പം പി ജയരാജന്റെ എൻട്രി ഇപ്പൊ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. പി ജയരാജൻ വളരെ ശക്തമായ ഫിനിക്സ് പക്ഷിയെ പോലെ ഉള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വളരെ ശക്തമായ രീതിയിൽ, അതും ഇ.പി. ജയരാജനെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടായിരുന്നു പി ജയരാജന്റെ പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് നടത്തിയത്. അതിന് പ്രധാനമായുള്ള കാരണം ഒന്ന് ആ ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച, പിന്നെ ആ ആയുർവേദ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത പരാതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ളൊരു എതിർപ്പുകളും ശക്തമായ ചോദ്യങ്ങളുമായിട്ടായിരുന്നു പി ജയരാജൻ വന്നത്. നമുക്കെല്ലാം അറിയാം കണ്ണൂർ രാഷ്ട്രീയത്തിലെ ജയരാജന്മാരുടെ കളികൾ എത്രത്തോളം ശക്തമായിരുന്നു ഒരു സമയത്ത്. അപ്പം വീണ്ടും ആ ജയരാജന്മാരെല്ലാവരും കൂടെ ഒരു കൂട്ടിമുട്ടിയുള്ള ഒരു ഇടി വീണ്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇ.പി. ജയരാജനും പി ജയരാജനും കണ്ണൂർ രാഷ്ട്രീയത്തില് രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു നിന്ന് വാക്പോര് നടത്തുന്ന രണ്ട് നേതാക്കന്മാരാണ്. ഇപ്പം എം.വി. ജയരാജനായാലും ഇപ്പോൾ വന്നേക്കുന്നത് പാർട്ടി സമ്മേളനത്തിൽ ഒന്നും പങ്കെടുക്കാത്തത്, ഇ.പി. ജയരാജൻ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങും പോയിട്ടില്ല, അദ്ദേഹം തിരിച്ച് കണ്ണൂരിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഒരു പാർട്ടി സമ്മേളനത്തിലും പങ്കെടുക്കുന്നതിൽ എനിക്ക് കുറച്ച് ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ നേരെ കണ്ണൂരിലേക്ക് പോവാണെന്നും പറഞ്ഞിട്ടാണ് ഇ.പി. ജയരാജൻ പോയിരിക്കുന്നത്. പക്ഷേ എം.വി. ജയരാജൻ വന്നിട്ട് പറയുന്നത് അദ്ദേഹം വീട്ടിൽ തന്നെയുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ 4 വഴി കൂടെ അദ്ദേഹത്തെ ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ തന്നെ ഉള്ള ആൾക്കാർ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലൊരു പരിഭവം എന്തായാലും ഇ.പി. ജയരാജനുണ്ട്. അതേക്കാര്യം അദ്ദേഹത്തോട് ഒരു തീരുമാനം അറിയിക്കാതെ മുൻകൂട്ടി യാതൊരുവിധ ധാരണയും ഇല്ലാതെയായിരുന്നു LDF കൺവീനർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുന്നത്. അദ്ദേഹം അറിയുന്നത് തന്നെ ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ എന്തോ വെച്ചിട്ടാണ് അദ്ദേഹം ഇ.പി. ജയരാജൻ അറിയുന്നത് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളൊരു സംഭവം അറിയുന്നത്. അപ്പം അദ്ദേഹം ഒരു കേന്ദ്രത്തിൽ നിന്നും അതിനുള്ളൊരു മറുപടി ലഭിക്കുന്നത് വരെ താൻ ഇതിനോട് യോജിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിണറായി വിജയന് അത്രയും തന്നെ സീനിയോറിറ്റി ഉള്ള ഇ.പി. ജയരാജനെ ഇത്തരത്തിലൊരു LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് അദ്ദേഹത്തോട് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് പാർട്ടി പ്രവർത്തനം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ വളരെ പൂ പറിച്ചെറിയുന്ന ലാഘവത്തോടെ അദ്ദേഹത്തെ എടുത്ത് മാറ്റി എന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നത് തന്നെ വേണം വിലയിരുത്താൻ. പക്ഷേ ഇപ്പോൾ CPM ഏകദേശം തകർച്ചയിലേക്കാണെന്നുള്ളൊരു അഭ്യൂഹം പരക്കുകയാണ്. അതായത് CPI DGP അജിത് കുമാറിനെതിരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. CPM പ്രത്യക്ഷത്തിൽ സർക്കാരിനൊപ്പമാണ് എന്ന് പറയുമ്പോഴും CPM-നുള്ളിലും പ്രതിഷേധമുണ്ടെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇപ്പോൾ എന്തായാലും CPM-ന്റെ തകർച്ചയിലാണെന്നുള്ളൊരു അഭ്യൂഹം പരന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് CPM-നകത്ത് നിന്ന് തന്നെ ചേരി തിരിഞ്ഞുള്ളൊരു ആക്രമണം തുടങ്ങിയതുപോലെയാണ്. ഇപ്പോൾ CPI ഇപ്പം തന്നെ അജിത് കുമാറിനെ തള്ളിപ്പറഞ്ഞു. പോരാഞ്ഞിട്ട് ഇപ്പോഴത്തെ നിലവിലെ കൺവീനറും M.V. ഗോവിന്ദനും ആഭ്യന്തരത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് ആഭ്യന്തരവും സർക്കാരും നടപടിയെടുക്കും, അല്ലാതെ പാർട്ടിയല്ല തീരുമാനം എടുക്കേണ്ടതെന്ന് അവരും പറഞ്ഞു. അതായത് CPM-നുള്ളിൽ തന്നെ ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഒരു
ഇത്തരത്തിലുള്ളൊരു വേർതിരിവുണ്ടെന്ന അഭ്യൂഹം നിലനിൽക്കുകയാണ്. കള്ളപ്രചാരണങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധവുമായി കണ്ണൂരിൽ മാർച്ച് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അഭ്യൂഹം വെറും ആരോപണം മാത്രമാണ്, അല്ലെങ്കിൽ വെറും ഒരു ഇല്ലാ കഥയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയത്. എന്തായാലും ഈ ഒരു തകർച്ചയിലേക്ക് പോകുന്നില്ല എന്ന് വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് CPM എന്തായാലും ഇത് നടത്തിയിരിക്കുന്നത്. അവർക്കിടയിലുള്ള ഒരു കല്ലുകടി മാറി എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് EP ജയരാജനെ ഒരുപക്ഷെ സമ്മർദ്ദത്തിലൂടെ, വളരെയധികം സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതും P ജയരാജനൊപ്പം ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ വലിയൊരു ചർച്ച ഇതിനകം നടന്നിട്ടുണ്ടായിരിക്കണം. അല്ലാതെ പിന്നെ ഇത്തരത്തിൽ മാറി നിന്ന ഒരാൾ, എന്തായാലും ഈ EP ജയരാജന് വലിയൊരു സമ്മർദ്ദത്തിലൂടെയാണ് CPM ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തന്നെ കാണാം. കാരണം ഈ ചടയമംഗലം ഗോവിന്ദൻ്റെ ഓർമ്മ ദിനത്തിൽ ഇങ്ങനൊരു ദിനാചരണത്തിന് വേണ്ടിയിട്ട് തലേ ദിവസം വരെ വരാമെന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം തനിക്ക് ദേഹാസ്വസ്ഥം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. തലേ ദിവസം വരെ ഇത്തരത്തിലൊരു ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം മാറി നിൽക്കുകയും തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെതിരെ തന്നെ മറ്റൊരു നേതാവ് വന്ന് അത് ഒരു കുഴപ്പമില്ല വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വമായി മാറി EP ജയരാജൻ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചിൽ കുറച്ചു കാലങ്ങൾക്കിപ്പുറം വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊരു ഇടതുമുന്നണിക്കകത്തുള്ള സമ്മർദ്ദം, മറ്റു നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കണം ഈ ഒരു പ്രതിഷേധ മാർച്ചിന് വന്നിട്ടുണ്ടാകുക. എന്ത് തന്നെയായാലും ഈ ഒരു വരവ് ഒരിക്കലും ഒരു ശുഭകരമല്ല. കാരണം EP ജയരാജനും P ജയരാജനും ഒരേ വേദിയിൽ അല്ലെങ്കിൽ ഒരേ പാതയിലൂടെ വീണ്ടും പോകുന്നതെന്നുള്ളത് ആർക്കും അത്രയും ദഹിക്കാവുന്ന ഒരു കാര്യമല്ല. അതിനുള്ളിൽ ഇപ്പോഴും ചെറിയ സ്വരച്ചേർച്ചകളുണ്ട്, ഇനിയും വരാൻ സാധ്യതകളുമുണ്ട് ഇടതു മുന്നണിക്കകത്ത്. ഇപ്പോൾ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരെയാണ്, പരസ്പര ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. EP ജയരാജൻ്റെ ഈ ഒരു വരവിന് അത്ര ഒരു നല്ലൊരു ലക്ഷണമായി കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത്.